നമുക്ക് സൂര്യ കേന്ദ്ര കഥാപാത്രത്തിലെത്തിയ കങ്കുവ എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ. സിനിമയുടെ തുടക്കത്തിൽ ഒരു സയന്റിസ്റ്റിന്റെ ലാബാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ജന്മം എന്തായിരുന്നുവെന്ന് ആർക്കും തന്നെ ഓർമ്മ കാണില്ലല്ലോ. എന്നാൽ ആ സയന്റിസ്റ്റ് ആണെങ്കിൽ ഒരുപാട് ചെറിയ കുട്ടികളെ വെച്ച് അവരുടെ മെമ്മറി പവർ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞ ജന്മത്തിലെ ഓർമ്മകളെ എങ്ങനെയെങ്കിലും തിരികെ കൊണ്ടുവരുവാനായി ശ്രമിക്കുകയാണ്. കൂടാതെ ആ കുട്ടികളുടെ ബ്രെയിനും അവരുടെ കൺട്രോളിലാക്കുവാനായിട്ട് ഒരുപാട് മെഷീൻസ് ഒക്കെ ഉപയോഗിച്ച് കുട്ടികളെ ഒരുപാട് ദ്രോഹിക്കും. എന്നാൽ ആ ലാബിലെ ദ്രോഹങ്ങളൊന്നും താങ്ങാനാകാതെ ജൂഡോ എന്നൊരു പയ്യൻ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നു. അവനിലും പരീക്ഷണങ്ങൾ ഒരുപാട് നടത്തിയിരിക്കുന്നതിനാൽ അവന്റെ ബ്രെയിനും സയന്റിസ്റ്റിന്റെ കൺട്രോളിലാണ്. സയന്റിസ്റ്റിന്റെ ആർമി ഫോഴ്സ് ജൂഡോയെ കണ്ടെത്തുവാനായും ശ്രമിക്കുന്നുണ്ട്. ഒരുപാട് പരീക്ഷണങ്ങളാൽ ജൂഡോയ്ക്ക് തന്റെ മെമ്മറിയിൽ പല പല കാര്യങ്ങളും വന്നു പോകുന്ന ബുദ്ധിമുട്ട് അവന് താങ്ങാനാകുന്നില്ല. പിന്നീട് കാണിക്കുന്നത് ഗോവയാണ്. ഗോവയിലാണ് നായകനായ ഫ്രാൻസിസ് ഉള്ളത്. ഫ്രാൻസിസിന്റെ ജോലി എന്തെന്നാൽ പോലീസിനെ കൊണ്ട് പിടിക്കാൻ പറ്റാത്ത പിടികിട്ടാ പുള്ളികളുണ്ടല്ലോ, അവരെയൊക്കെ കണ്ടെത്തി കൊടുക്കലാണ്. അങ്ങനെ കിട്ടുന്ന കാശ് കൊണ്ട് സമാധാനമായിട്ടുള്ള ഒരു ജീവിതം ജീവിക്കുകയാണ് ഫ്രാൻസിസ്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം കമ്മീഷണർ ആണെങ്കിൽ ഫ്രാൻസിസിനെ വിളിച്ചിട്ട് ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കുന്നു. എന്തെന്നാൽ പോലീസിന് തന്നെ തലവേദനയായിട്ടുള്ള ഒരു പേര് കേട്ട ക്രിമിനൽ ഉണ്ട്. അവനെ പിടികൂടി കൊടുത്തു കഴിഞ്ഞാൽ ഫ്രാൻസിസിന് 50 ലക്ഷം രൂപ കൊടുക്കും. ആ കിട്ടുന്ന 50 ലക്ഷം രൂപയും കൊണ്ട് എങ്ങനെയെങ്കിലും ജീവിക്കണമെന്നാണ് ഫ്രാൻസിസിന്റെ ആഗ്രഹവും. ഫ്രാൻസിസ് ആണെങ്കിൽ ആ ക്രിമിനലിനെ കണ്ടെത്തുവാനായും തീരുമാനിക്കുന്നു. അപ്പോഴാണ് അവൻ കുറച്ച് പെൺകുട്ടികളുമായി ഒരു ഷിപ്പിൽ അടിച്ചു പൊളിക്കുന്ന കാര്യം ഫ്രാൻസിസ് അറിയുന്നത്. ഉടനെ തന്നെ ഫ്രാൻസിസ് അവിടേക്ക് പോവുകയാണ്. അവിടെ വെച്ച് ക്രിമിനലിനെ പിടികൂടുന്നതിനിടയിൽ അവനാണെങ്കിൽ മരിച്ചു പോകുന്നു. ഒരു കാര്യം പ്രത്യേകം കമ്മീഷണർ എടുത്തു പറഞ്ഞിട്ടുണ്ട്. എന്തെന്നാൽ ആ ഒരു ക്രിമിനലിനെ ജീവനോട് കൂടി തന്നെ വേണം. ഏതെങ്കിലും സാഹചര്യത്തിൽ അവൻ മരിച്ചു പോയി കഴിഞ്ഞാൽ അവനൊരു ചേട്ടനുണ്ട്. അവൻ ആരെയും വെറുതെ വിടില്ല, കൊന്ന ആളിനെ ജീവനോട് തന്നെ കത്തിക്കുമെന്ന് പറഞ്ഞ് പേടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഫ്രാൻസിസിനാണെങ്കിൽ ആകെ പേടിയായി. കമ്മീഷണർ പറഞ്ഞതെല്ലാം ഓർമ്മയിലുണ്ടായിരുന്ന ഫ്രാൻസിസ് ആണെങ്കിൽ എങ്ങനെയെങ്കിലും രക്ഷപ്പെടണമെന്ന് തീരുമാനിച്ച് അവിടെ നിന്ന് ചാടിപ്പോവുകയാണ്. എന്നാൽ ഫ്രാൻസിസ് ആണെങ്കിൽ ആ ഷിപ്പിൽ വെച്ച് ജൂഡോ എന്ന പയ്യനെ കാണുകയാണ്. ഈ ജൂഡോ ആരെന്നാൽ സയന്റിസ്റ്റിന്റെ ലാബിൽ നിന്നും രക്ഷപ്പെട്ടു പോയ ആ ഒരു പയ്യനുണ്ടല്ലോ, അവനാണ് ജൂഡോ. ജൂഡോയും ഫ്രാൻസിസിനെ കണ്ടിരുന്നു. ഫ്രാൻസിസ് ആ ക്രിമിനലിനെ കൊല്ലുന്നതും ജൂഡോ കണ്ടിരുന്നു. ജൂഡോയ്ക്ക് ഫ്രാൻസിസിനെ കാണുമ്പോൾ എന്തൊക്കെയോ അവന്റെ മെമ്മറിയിൽ വരുന്നതായും തോന്നുന്നു. എന്നാൽ ഫ്രാൻസിസ് ആണെങ്കിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് ഓടിപ്പോവുകയാണ്. അടുത്ത ദിവസം വിവരമറിഞ്ഞ കമ്മീഷണർ ആണെങ്കിൽ ഫ്രാൻസിസിനെ വിളിക്കുന്നു. നീ കൊല ചെയ്ത ആ ഒരു ക്രിമിനലിന്റെ സഹോദരനാണെങ്കിൽ വിവരം അറിഞ്ഞിട്ടുണ്ട്. അയാൾ വല്ലാത്ത ദേഷ്യത്തിലാണ്. മാത്രമല്ല, നീ ചെയ്ത കൊലപാതകം കണ്ടത് ആ ഒരു ഷിപ്പിലുള്ള പയ്യനാണ്. അവനാണ് ആകെ ദൃക്സാക്ഷി. അവനെങ്ങാനും അവരുടെ കയ്യിൽ ചെന്നപ്പെട്ട് നീയാണ് കൊന്നതെന്ന് തുറന്നു പറഞ്ഞാൽ നിന്റെ കാര്യം പോക്കാണെന്നും കമ്മീഷണർ പറയുന്നു. അത് കേട്ട് ഫ്രാൻസിസിനും ടെൻഷൻ ആകുവാനായും തുടങ്ങി. ഫ്രാൻസിസ് ഉടനെ തന്നെ ആ പയ്യനെ തേടി കണ്ടുപിടിക്കുകയും ചെയ്യുന്നു. ഫ്രാൻസിസിന് ജൂഡോയെ കാണുമ്പോൾ ഇവനെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന തോന്നലുകളൊക്കെ ഉണ്ടാവുകയാണ്. അതേസമയം തന്നെ അവിടേക്ക് ആർമി ഫോഴ്സും എത്തുകയാണ്. ഫ്രാൻസിസ് അപ്പോൾ കരുതിയത് ആ ക്രിമിനലിനെ കൊന്നതിന് ചേട്ടനാണെങ്കിൽ ആളിനെ പറഞ്ഞു വിട്ടിരിക്കുന്നതാണെന്നാണ്. എന്നാൽ അതല്ലായിരുന്നു സംഭവം. ജൂഡോയെ കൂട്ടിക്കൊണ്ടു പോകുവാനായി എത്തിയതായിരുന്നു. അവനെ അവർ കൊണ്ടുപോകുമ്പോൾ ഫ്രാൻസിസിനാണെങ്കിൽ ഇവനെ ആ ഫോഴ്സിനൊപ്പം പറഞ്ഞു വിട്ടാൽ ശരിയാകില്ല, ഇവനെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അവനെ അവരിൽ നിന്നും രക്ഷിക്കണമെന്ന് തീരുമാനിച്ച് ഫ്രാൻസിസ് ആണെങ്കിൽ അവരെ ഫോളോ ചെയ്തു പോകുന്നു. അങ്ങനെ അവിടെ ഒരു ഫൈറ്റ് നടക്കുകയാണ്. ഇനിയാണ് ഫ്രാൻസിസും ജൂഡോയും തമ്മിലുള്ള ബന്ധമെന്തെന്ന് കാണിക്കുന്നത്. അവിടെയാണ് കങ്കുവയുടെ കഥയുടെയും ആരംഭം. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് റോമൻ സൈന്യം ഇന്ത്യയിലേക്ക് കടന്നു കയറി. ഇന്ത്യയെ ആക്രമിക്കും മുൻപ് അവർക്ക് കുറച്ച് സ്ഥലം വേണമായിരുന്നു. എന്തിനെന്നാൽ റോമൻ സൈന്യത്തിന് ആയുധങ്ങൾ ശേഖരിക്കുവാനും ആയുധ പരിശീലനത്തിനും വേണ്ടിയായിരുന്നു. വരുന്ന വഴിയിൽ ഇന്ത്യയുമായി കണക്ട് ആവാത്ത 5 ദ്വീപുകളെ അവർ കണ്ടു. അതിൽ പ്രധാനപ്പെട്ട 2 ദ്വീപുകളാണ് അരത്തർ ദ്വീപും പെരുമാച്ചി ദ്വീപും. അരത്തർ ദ്വീപിലുള്ളവർ എല്ലാവരും രാക്ഷസ സ്വഭാവമുള്ളവരാണ്. ഒരാളെ കൊല്ലണമെന്ന് വിചാരിച്ചാൽ അവർക്ക് സഹതാപം പോലും തോന്നില്ല. രക്തത്തിൽ കുളിക്കും എന്നൊക്കെ പറയില്ലേ, അതുപോലെ ക്രൂരമായ വിഭാഗമാണവർ. അവിടെയാണ് വില്ലനായ ഉധിരനും ടീമും ഉള്ളത്. ഒരു വില്ലൻ ഉണ്ടെങ്കിൽ ഉറപ്പായും ഒരു നായകൻ കാണുമല്ലോ. അതാണ് പെരുമാച്ചി വിഭാഗം ചേർന്ന കങ്കുവ. ഇവരുടെ ദ്വീപ് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ളതാണ്. പെരുമാച്ചി ദ്വീപിൽ ജീവിക്കുന്നവരും വളരെ നല്ല മനുഷ്യരാണ്. ആർക്കും ദ്രോഹം വരുന്നതിനെ പറ്റി അവർ ചിന്തിക്കത്തേയില്ല. സ്നേഹത്തോടെയാണ് അവിടെയുള്ളവരെല്ലാവരും ജീവിക്കുന്നതും. എന്നാൽ റോമൻ നേതാവ് ഏത് ദ്വീപിൽ കടന്നു കയറണമെന്ന് ചിന്തിച്ച് പെരുമാച്ചി ദ്വീപിനെ തിരഞ്ഞെടുത്തു. എന്നാൽ അവിടെ കടന്നു കയറുന്നത് അത്ര എളുപ്പമല്ല. എത്രയൊക്കെ പാവമായിരുന്നാലും യുദ്ധത്തിൽ അവരെ തോൽപ്പിക്കാനാകില്ല. ബുദ്ധിസാമർഥ്യം കൊണ്ട് വിജയിക്കുന്നവരാണവർ. എന്നാൽ റോമൻകാരുടെ പ്ലാൻ എന്തെന്നാൽ അവരുടെ കൂട്ടത്തിൽ നിന്നും ഒരാളെ പെരുമാച്ചി ദ്വീപിലേക്ക് വിടും.
അവിടെയുള്ള ജനങ്ങൾക്കിടയിൽ നല്ലവനായി അഭിനയിച്ച് കൂടെ നിൽക്കണം. എന്നിട്ട് 5 കപ്പൽ പണിയണം, അതിന് ആളിനെ വേണമെന്ന് പറഞ്ഞ് പെരുമാറ്റി സൈന്യത്തിൽ നിന്നും 100 പേരെ കൂട്ടിക്കൊണ്ടുവരണം. വരുന്ന സൈനികരെ റോമക്കാർ കൊന്നുകളയും. അതിലൂടെ പെരുമാറ്റി സൈനിക പടയെ തകർക്കണമെന്നാണ് അവരുടെ പ്ലാൻ. അവരുടെ പ്ലാൻ പോലെ തന്നെ നടന്നു. 100 സൈനികരെ കൊന്നു. 100 പേരെ കൊന്നുവെന്ന് റോമൻ നേതാവിനെ അറിയിക്കാനായിട്ട് 100 പേരുടെയും കൈകൾ വെട്ടിക്കൊണ്ടു ചെന്നു. സന്തോഷത്തിൽ നേതാവ് അവർക്ക് സ്വർണ്ണ നാണയങ്ങളും നൽകി. അടുത്ത 100 പേർക്കായി വീണ്ടും പെരുമാറ്റി സൈനിക നേതാവിനടുത്ത് ചെന്നു. ആളിനെ ആവശ്യപ്പെടും. കൂട്ടിക്കൊണ്ടു പോകുന്ന വഴിയിൽ സൈന്യത്തിൽ ഒരാൾ ചോദിക്കും, ഞങ്ങളെ കൊല്ലാൻ ഈ സ്ഥലം മതിയോ നിനക്ക്? അത് കേട്ടതും എല്ലാ കാര്യവും അവരറിഞ്ഞുവെന്ന് ചാരന് മനസ്സിലായി. ആദ്യം 100 പേരെ കൊന്നല്ലോ, അതിൽ നിന്നും ഒരാൾ രക്ഷപ്പെട്ടുവെന്ന് അവരുടെ നേതാവിനോട് വിവരം പറഞ്ഞിരുന്നു. നേതാവാണ് കങ്കുവ. കങ്കുവ ഇപ്പോൾ ചാരന് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ്. നിനക്ക് ഞങ്ങളുടെ 100 പേരെ കൊല്ലണമല്ലേ എന്ന് ചോദിച്ച് ചാരനെ പിടിച്ചു കെട്ടി അവരുടെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് അവനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തീയിട്ട് കൊലപ്പെടുത്തുകയാണ്. ചാരനാണെങ്കിൽ അവന്റെ ഫാമിലിയോടൊപ്പമാണ് പെരുമാറ്റി ദ്വീപിലേക്ക് വന്നത്. അവന്റെ ഭാര്യയും മകനും കൂടെയുണ്ട്. ഇതെല്ലാം ഭാര്യയും മകനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. എന്നാൽ ഒരു ഒറ്റുകാരന്റെ ഭാര്യയും കുടുംബവും ഉറപ്പായും ഒരു ഒറ്റുകാരരായിരിക്കും. അതുകൊണ്ട് അവർ ജീവിച്ചിരിക്കാൻ പാടില്ല എന്ന് പെരുമാറ്റി ദ്വീപിലുള്ളവരൊക്കെ പറയും. എന്നാൽ കങ്കുവയ്ക്കാണെങ്കിലോ കുടുംബത്തെ നശിപ്പിക്കണമെന്ന് ഒരു ചിന്തയേയില്ല. എന്നാൽ നാട്ടുകാരെല്ലാവരും അവർക്കെതിരെ നിൽക്കുന്നത് കണ്ട് സഹിക്കാനാകാതെ ആ ഒരു ചാരന്റെ ഭാര്യയാണെങ്കിൽ അയാളെ കൊന്ന തീയിലേക്ക് ചാടി മരിച്ചു. ഭർത്താവ് ചെയ്ത കുറ്റത്തിന് ഭാര്യയും മരണപ്പെട്ടു. ഇപ്പോൾ മകനാണെങ്കിൽ അനാഥനായിരിക്കുന്നു. കങ്കുവയാണെങ്കിൽ അയാളുടെ മകനെ തന്റെ കൂടെ നിർത്തുവാനായും തീരുമാനിച്ചു. സ്വന്തം മകനെ പോലെ അവനെ സ്നേഹിച്ച് വളർത്തുവാനായും കങ്കുവ തീരുമാനിച്ചു. അച്ഛന്റെയും അമ്മയുടെയും മരണത്തോടെ അനാഥനാക്കപ്പെട്ട ആ ഒരു പയ്യനെ കങ്കുവ തന്റെ മകനായി സ്വീകരിച്ചു. ഇന്നു മുതൽ ഇവൻ എന്റെ മകനാണ്, ഇവൻ എന്റെ മകനായി ഇവിടെ വളരുമെന്നും കങ്കുവ പറഞ്ഞു. കങ്കുവയുടെ ആ തീരുമാനത്തെ ഗ്രാമവാസികളെല്ലാം എതിർത്തു. എന്നാലും കങ്കുവ അവനെ തന്റെ മകനായി കൂടെ നിർത്തി. അവന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തു. സൈനിക കാര്യങ്ങളും അതിനുള്ള പരിശീലനങ്ങളുമെല്ലാം അവനും പറഞ്ഞു കൊടുത്തു. അങ്ങനെ നാളുകൾ മുന്നോട്ടു പോകവേ റോമൻ നേതാവിനെ എങ്ങനെയും പെരുമാറ്റി ദ്വീപിനെ തന്റെ കൈവശം കൊണ്ടുവരണമെന്ന വാശിയായി. അതിനുള്ള ഏക വഴിയും അടഞ്ഞു. അപ്പോഴാണ് അരത്തർ ദ്വീപിൽ ചേർന്ന ഒരാൾ വഴി അരത്തർ നേതാവിന് പെരുമാറ്റി ദ്വീപുമായി നല്ല ശത്രുതയുണ്ട്, അവരോടൊപ്പം ചേർന്നാൽ നിങ്ങളുടെ ആവശ്യം നടക്കുമെന്നും ആ ഒരു ദ്വീപിലുള്ള ചാരൻ വഴി അറിഞ്ഞു. റോമൻ നേതാവിന് പെരുമാറ്റി ദ്വീപിനെ ആക്രമിക്കണം എന്ന ആഗ്രഹമുള്ള കാര്യം ഉധിരൻ അറിയുകയാണ്. ഉധിരനാണെങ്കിലും വർഷങ്ങളായി കങ്കുവയോട് ദേഷ്യമാണ്. എങ്ങനെയും പെരുമാറ്റി ദ്വീപ് തന്റെ കൈവശം കൊണ്ടുവരണമെന്ന വാശിയും ഉധിരനുമുണ്ടായിരുന്നു. ഉധിരനാണെങ്കിൽ ഈ ഒരു അവസരം മുതലാക്കാമെന്നും തീരുമാനിച്ച് റോമൻ നേതാവിനും സൈന്യത്തിനുമൊപ്പം നിൽക്കുവാനായും തീരുമാനിച്ചു. ഉധിരന്റെ മനസ്സിൽ പെരുമാറ്റി ദ്വീപ് തന്റെ കൈവശം കൊണ്ടുവരണമെന്നാണ്. യഥാർത്ഥത്തിൽ ഇത് റോമക്കാർക്കും പെരുമാറ്റി ദ്വീപിനും തമ്മിൽ നടക്കുന്ന യുദ്ധമല്ല, അരത്തർ ദ്വീപിനും പെരുമാറ്റി ദ്വീപിലും നടക്കുന്ന യുദ്ധമാണ്. ഉധിരൻ യുദ്ധം പ്രഖ്യാപിച്ച കാര്യം കങ്കുവ അറിയുകയാണ്. കങ്കുവയാണെങ്കിൽ തന്റെ സൈന്യത്തെയും റെഡിയാക്കുന്നു. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. യുദ്ധം നടക്കുമ്പോൾ കങ്കുവ തന്റെ ആയുധം വെച്ചാണ് പോരാടുന്നതും. ഉധിരന്റെ 2 മക്കൾക്കും എങ്ങനെയെങ്കിലും കങ്കുവയെ ഇവിടെ തന്നെ കൊന്നിടണമെന്നാണ് പ്ലാൻ. അതിനായിട്ട് കങ്കുവയെ ആക്രമിക്കാനായി 2 മക്കളും എത്തുകയാണ്. ആയുധമില്ലാതെ പോരാടുന്ന കങ്കുവയെ ഉധിരന്റെ 2 മക്കളും കൊല്ലുമെന്നായപ്പോൾ കങ്കുവയുടെ വളർത്തുമകൻ ആയുധവുമായി അവിടേക്ക് ഓടിവരും. കങ്കുവ തന്റെ വളർത്തുമകനെ കണ്ട് മകനെ ആയുധം എന്ന് വിളിക്കുന്ന സമയത്താണ് അവിടെ ഒരു വലിയ ട്വിസ്റ്റ് നടക്കുന്നത്. എന്തെന്നാൽ തന്റെ കയ്യിൽ ആയുധം കൊണ്ടുവരുമെന്ന് കരുതിയ കങ്കുവയ്ക്ക് അവിടെ തെറ്റി. വളർത്തുമകൻ തന്നെ കൊണ്ടുവന്ന ആയുധം കങ്കുവയുടെ നെഞ്ചിൽ കുത്തിയിറക്കി. കങ്കുവയെ കുത്തിയതിനു ശേഷം ആ പയ്യൻ പറയും, എന്റെ അച്ഛനെയും അമ്മയെയും നിങ്ങൾ ചുട്ടുകൊന്നു, ഞാൻ നിങ്ങളെ സ്നേഹിക്കുമെന്നാണോ നിങ്ങൾ കരുതിയത് എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവൻ കാടിനുള്ളിലേക്ക് ഓടിപ്പോകും. അതേസമയം തന്നെ ഉധിരന്റെ 2 മക്കളും കങ്കുവയെ ആക്രമിക്കുവാനായി വന്നു. കങ്കുവ തന്റെ നെഞ്ചിൽ കുത്തിയിരുന്ന കത്തിയൂരി അവന്മാരെ 2 പേരെയും കൊന്നുകളഞ്ഞു. തന്റെ വളർത്തുമകൻ തന്നോടിങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കലും കങ്കുവ പ്രതീക്ഷിച്ചില്ല. അവൻ കുത്തിയതിനേക്കാൾ വേദന കൂടെ നിന്ന് ചതിച്ചതിലായിരുന്നു. കാരണം സ്വന്തം മകനെ പോലെയായിരുന്നു കങ്കുവ അവനെ വളർത്തിയതും. എന്നാൽ മറ്റൊരു വശത്ത് തന്റെ 2 മക്കളും മരണപ്പെട്ട കാര്യം ഉധിരൻ അറിയുകയാണ്. ഉധിരനാണെങ്കിൽ തന്റെ സാമ്രാജ്യത്തിന്റെ അടുത്ത അനന്തരാവകാശികളെയാണ് അവൻ കൊന്നുകളഞ്ഞത് എന്ന് അലറുകയാണ്. എങ്ങനെയും കങ്കുവയെയും സൈന്യത്തെയും തകർക്കണമെന്ന വാശിയായി ഉധിരന്. എന്നാൽ മറ്റൊരു വശത്ത് കങ്കുവയാണെങ്കിൽ തന്റെ വളർത്തുമകനെ തിരക്കി പോവുകയാണ്. അവനാണെങ്കിലോ ഒളിച്ചിരിക്കുന്നുണ്ട്. കങ്കുവ പറയും, നീ എവിടെയായിരുന്നാലും പുറത്തേക്ക് വാ എന്നൊക്കെ പറയുന്നുണ്ട്. കങ്കുവയ്ക്കാണെങ്കിൽ ആ പയ്യനോട് വല്ലാത്തൊരു സ്നേഹവും വാത്സല്യവും ഒക്കെയുണ്ട്. എന്തെന്നാൽ ഒന്നുകിൽ കങ്കുവ കാരണമായിരിക്കും അവന്റെ അച്ഛനും അമ്മയും മരണപ്പെട്ടത് എന്ന കുറ്റബോധം കാരണമാകാം.
കങ്കുവയെ കണ്ടതും ആ പയ്യൻ പറയും, നിങ്ങൾ എന്റെ അടുത്തേക്ക് വരരുത്, നിങ്ങൾ ഇനിയും മരിച്ചിട്ടില്ലേ, നിങ്ങളെ ഞാൻ കൊല്ലുമെന്ന് അവൻ പറയുന്ന സമയത്ത് കങ്കുവ പറയും, എനിക്കൊരു അവസരം കൂടി തരണം, എന്തെന്നാൽ ഒരു സൈന്യം ഞങ്ങളുടെ പെരുമാച്ചി ദ്വീപിനെ നോക്കി വരുന്നുണ്ട്, ആ ഒരു യുദ്ധം എനിക്ക് ജയിക്കണം, എന്റെ പെരുമാച്ചി മക്കളെ എനിക്ക് രക്ഷിക്കണം, അതുവരെ നീ ഒന്ന് വെയിറ്റ് ചെയ്യണം, അതിനുശേഷം ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ വരും, എന്റെ മരണം നിന്റെ കയ്യിലാണെന്ന് ആ പയ്യന് വാക്ക് കൊടുത്തു. അങ്ങനെ അവനെയും കൂട്ടി പെരുമാച്ചി ദ്വീപിലേക്ക് പോവുകയാണ്. കങ്കുവയുടെ കൂടെ നിന്ന് ദ്രോഹം ചെയ്ത ആ പയ്യനെ അംഗീകരിക്കുവാനായിട്ട് ദ്വീപവാസികൾ തയ്യാറായില്ല. എന്നാൽ കങ്കുവയാണെങ്കിൽ എല്ലാരിൽ നിന്നും അവനെ സംരക്ഷിച്ചു നിൽക്കുകയാണ് ചെയ്തത്. അതെല്ലാം ശ്രദ്ധിച്ച ദ്വീപിലെ മുതിർന്ന തലവനായിട്ടുള്ള ആളാണെങ്കിൽ, അച്ഛനെ പോലെ തന്നെ ദ്രോഹം ചെയ്ത മകനെയും ഇവിടെ നിർത്താനായി പറ്റില്ല, അവനെ കൂടെ നിർത്തണമെങ്കിൽ നീ ദ്വീപ് വിട്ടു പോകണമെന്നും കങ്കുവയോട് പറഞ്ഞു. അങ്ങനെ കങ്കുവയാണെങ്കിൽ തന്റെ വളർത്തുമകനെയും കൂട്ടി കാട്ടിലേക്ക് തന്നെ വന്നു. അവിടെ താമസിക്കുവാനായി ആരംഭിച്ചു. കങ്കുവയ്ക്ക് അവനോട് എത്ര സ്നേഹമെന്ന് പറഞ്ഞാലും ആ പയ്യന് കങ്കുവയോടൊപ്പം ജീവിക്കുന്നത് ഇഷ്ടമേ അല്ല. തന്റെ അച്ഛനെയും അമ്മയും കൊന്നവനാണ് അയാൾ, നിങ്ങളോടൊപ്പം എനിക്ക് ജീവിക്കാനായി പറ്റില്ല എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകുവാനായി ശ്രമിക്കുന്നു. എന്നാൽ കങ്കുവയാണെങ്കിൽ ആ കാടിന്റെ അപകടം അവൻ അറിയാത്തതിനാൽ, ഇവിടെ ഒരുപാട് ക്രൂര മൃഗങ്ങളുണ്ട്, നിനക്ക് അപകടം അറിയാത്തത് കൊണ്ടാണ് നീ പോവരുത്, ഞാനുണ്ടെങ്കിലേ നിനക്ക് രക്ഷപ്പെടാനായി പറ്റൂ എന്നൊക്കെ പറഞ്ഞാലും അതൊന്നും കേൾക്കാതെ ആ പയ്യൻ അവിടെ നിന്ന് പോകും. എന്നാൽ അവനാണെങ്കിൽ ഒരു മുതലയുടെ കയ്യിൽ വന്ന് പെടുകയാണ്. ആ മുതലയിൽ നിന്നും അവനെ രക്ഷിച്ചതും കങ്കുവ തന്നെയായിരുന്നു. തന്റെ മേൽ തന്റെ മകന് വിശ്വാസം വരണമെന്ന് വിചാരിച്ച് കങ്കുവ ചെയ്യുന്ന കാര്യങ്ങളൊന്നും അവന് ഇഷ്ടമാകുന്നതേയില്ല. എന്നാൽ മറ്റൊരു വശത്ത് തന്റെ 2 മക്കളെയും കൊന്നുകളഞ്ഞതിൽ ഉധിരന് വല്ലാത്ത ദേഷ്യമാണല്ലോ. ഉധിരന്റെ 3ാമത്തെ മകനും വല്ലാത്ത ദേഷ്യമാണ്. തന്റെ 2 സഹോദരങ്ങളെയും കൊന്നുകളഞ്ഞ് അവനോട് പ്രതികാരം വീട്ടണമെന്ന് തീരുമാനിച്ച് പെരുമാച്ചി ദ്വീപിലേക്ക് വരികയാണ്. ഉധിരന്റെ 3ാമത്തെ മകൻ ടാർഗറ്റ് ചെയ്തത് പെരുമാച്ചി ദ്വീപിലെ സ്ത്രീകളെയായിരുന്നു. അവരെയെല്ലാം ദ്രോഹിക്കുവാനായും തുടങ്ങി. എങ്ങനെയും പെരുമാച്ചി ദ്വീപിലുള്ളവരെയെല്ലാം കൊന്നെടുക്കണമെന്നാണ് അവന്. എന്നാൽ ദ്വീപിലുള്ള സ്ത്രീകളെല്ലാം ചേർന്ന് ഉധിരന്റെ 3ാമത്തെ മകനെയും കൊന്നുകളഞ്ഞു. അതും ഉധിരൻ അറിയുകയാണ്. ഉധിരന് ആ ഒരു ദേഷ്യവും സഹിക്കാനായില്ല. എന്നാൽ പ്രതികാരം വീട്ടുവാനായിട്ട് പെരുമാച്ചി ദ്വീപിലേക്ക് കടന്നുകൂടുകയാണ് ഉധിരന്റെ ടീമും. ഉധിരനാണെങ്കിൽ അവിടുത്തെ മുതിർന്ന തലവനെ കൊന്നുകളഞ്ഞു. അത് കങ്കുവ അറിയുകയാണ്. മുതിർന്ന തലവൻ ആരെന്നാൽ കങ്കുവയുടെ അച്ഛൻ തന്നെയായിരുന്നു. തന്റെ അച്ഛന്റെ മരണം സഹിക്കാനാകാതെ ഉധിരനെയും ടീമിനെയും ഒതുക്കണമെന്ന് കങ്കുവയും തീരുമാനിച്ചു. കങ്കുവ ഇപ്പോൾ ഗ്രാമത്തിലല്ലോ, അവിടെ നിന്നും കങ്കുവയെ കാട്ടിലേക്ക് മാറ്റിയിരിക്കുകയാണല്ലോ, അതവർക്കറിയില്ല. എന്നാൽ കങ്കുവയാണെങ്കിൽ കാടിനുള്ളിൽ പന്തമെല്ലാം കൊളുത്തുകയാണ്. എന്തെന്നാൽ ദ്വീപവാസികളെല്ലാം കാടിനുള്ളിലാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുകയാണ് കങ്കുവയുടെ ലക്ഷ്യം. അത് വിശ്വസിച്ച് ഉധിരന്റെ സൈന്യമാണെങ്കിൽ കാടിനുള്ളിലേക്ക് കയറി. ഓരോരുത്തരെയായിട്ടും കങ്കുവ കൊല്ലുവാനായും തുടങ്ങി. തന്റെ സൈന്യത്തിലുള്ളവരുടെ എണ്ണം കുറയുകയാണെന്ന് ഉധിരന് മനസ്സിലായി. അപ്പോൾ അവർക്കൊരു കാര്യം മനസ്സിലായി, കാടിനുള്ളിലുള്ളത് ദ്വീപവാസികളല്ല കങ്കുവയാണെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ഉധിരനാണെങ്കിലോ തന്റെ ഒരുപാട് സൈന്യത്തെ കാടിനുള്ളിലേക്ക് ഒരുമിച്ച് പറഞ്ഞുവിട്ടു. കാടിനുള്ളിൽ കങ്കുവയും തന്റെ വളർത്തുമകനും മാത്രമാണല്ലോ ഉള്ളത്. അങ്ങനെ അവിടെ ഫൈറ്റ് നടക്കുന്ന സമയം തന്നെ കങ്കുവയുടെ വളർത്തുമകനെ സൈന്യത്തിലുള്ള ഒരാൾ തട്ടിക്കൊണ്ടുപോയി ഉധിരനെ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, കങ്കുവയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാണ് ഇവൻ, ഇവനെ കടത്തി വെച്ചാൽ ഉറപ്പായും കങ്കുവ ഇവനെ തിരക്കി ഇവിടെ വരും, അപ്പോൾ നമുക്ക് കങ്കുവയെ കൊന്നു കളയാമെന്നും പ്ലാൻ ഇടുന്നു. തന്റെ വളർത്തുമകനെ കടത്തിക്കൊണ്ടു പോയി എന്ന വിവരമറിഞ്ഞ കങ്കുവയാണെങ്കിൽ ഉടനെ തന്നെ ഉധിരനെ കാണുവാനായും പോയി. അവിടെ വെച്ച് ഒരു ഫൈറ്റ് നടക്കുകയാണ്. അങ്ങനെ ഉധിരനാണെങ്കിലോ തിമിംഗലത്തിന് കൊടുക്കുവാനായിട്ട് കങ്കുവയുടെ വളർത്തുമകനെ കയറ് കെട്ടി കടലിലേക്ക് ഇറക്കും. അത് കാണുന്ന കങ്കുവയാണെങ്കിൽ അവനെ രക്ഷിക്കുവാനായി പോകുന്നു. കങ്കുവയാണെങ്കിൽ ആ കയറിൽ പിടിച്ചു വെച്ചിരിക്കുകയാണ്. തന്റെ കൈവിട്ടാൽ ഉറപ്പായും ആ പയ്യൻ തിമിംഗലത്തിന് ഇരയാകും. രണ്ടിലൊരാൾ മാത്രമേ രക്ഷപ്പെടൂ. എന്നാൽ ഉധിരനാണെങ്കിലോ കങ്കുവയെ തല്ലുകയും ചെയ്യുന്നുണ്ട്. അതേസമയം ആ പയ്യൻ പറയും, ഞാൻ മരിച്ചാൽ ഒരാൾ മാത്രമേ മരിക്കൂ, നിങ്ങൾ മരിച്ചാൽ ആ ഗ്രാമവാസികൾ മുഴുവൻ മരിക്കും, അതുകൊണ്ട് നിങ്ങൾ ജീവിച്ചിരിക്കണം. എന്റെ അച്ഛൻ ചെയ്ത തെറ്റിന് നിങ്ങൾ എന്ത് ചെയ്തു? അച്ഛൻ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാ അച്ഛൻ അനുഭവിച്ചത്, അതുകൊണ്ട് ഞാൻ മരിക്കാമെന്ന് ആ പയ്യൻ പറയുന്നു. എന്നാൽ കങ്കുവയാണെങ്കിൽ അവന് മരണത്തിലേക്ക് വിട്ടുകൊടുക്കുവാനായും തയ്യാറായില്ല. കങ്കുവയുടെ സ്നേഹം അവന് മനസ്സിലായ കാര്യം കങ്കുവയ്ക്ക് മനസ്സിലായി. തന്റെ തെറ്റെല്ലാം അവൻ തിരിച്ചറിഞ്ഞു. അവൻ നല്ല മനുഷ്യനായി മാറുവാനായും തുടങ്ങി. കങ്കുവയെ മരണത്തിന് വിട്ടുകൊടുക്കാതെ തന്റെ വളർത്തുമകൻ സ്വയം മരണം തിരഞ്ഞെടുത്തിരിക്കുന്നു. അത് കങ്കുവയ്ക്ക് സഹിക്കാനായില്ല. തന്റെ വളർത്തുമകന്റെ മരണത്തിന് കാരണം ഉധിരനാണല്ലോ, അതുകൊണ്ട് ഉധിരനെ കങ്കുവ ക്രൂരമായി കൊലപ്പെടുത്തി. കങ്കുവ അന്ന് തന്റെ വളർത്തുമകന് ഒരു സത്യം ചെയ്തു കൊടുത്തിരുന്നു, എവിടെ പോയാലും ഏത് ജന്മമായാലും അവൻ എന്താപത്ത് വന്നാലും കങ്കുവ അവനെ രക്ഷിക്കാനായി എത്തുമെന്ന്. മാത്രവുമല്ല കങ്കുവ അവസാനം അവനടുത്തേക്കായിരിക്കും വരുന്നതെന്നും സത്യം ചെയ്തു കൊടുത്തിരുന്നു. പിന്നീട് പ്രസന്റ് ആണ് കാണിക്കുന്നത്. കങ്കുവയുടെ പുനർജന്മമാണ് ഇപ്പോൾ ഫ്രാൻസിസ്. മാത്രമല്ല അന്നത്തെ കങ്കുവയുടെ ആ വളർത്തുമകനാണ് ജൂഡോ. ഫ്രാൻസിസ് ആണെങ്കിൽ ആ ആർമിക്കാരുടെ കയ്യിൽ നിന്നും ജൂഡോയെ രക്ഷിക്കുകയാണ്.
എന്നാൽ ജൂഡോയെ ഫ്രാൻസിസ് കൊണ്ടുപോയതറിഞ്ഞ് അവരുടെ എല്ലാവരുടെയും തലവന് ദേഷ്യം വരികയാണ്. ആ തലവന് ജൂഡോയെ വേണം, മാത്രമല്ല ജൂഡോയെ കൊണ്ടുപോയ ഫ്രാൻസിസിനെയും വേണം. ഈ ഫ്രാൻസിസുമായി കഴിഞ്ഞ ജന്മത്തിൽ ഈ ഒരു തലവന് ഒരു ബന്ധമുണ്ട്. എന്തെന്നാൽ കങ്കുവ ഉദിരനെ കൊന്നല്ലോ. ഉദിരനെ മാത്രമല്ല ഉദിരന്റെ 3 മക്കളെയും കൊന്നു കഴിഞ്ഞു. അതോടുകൂടി ഉദിരന്റെ സാമ്രാജ്യത്തിന് അനന്തരാവകാശികൾ ഇല്ലാതായി. എന്നാൽ ഈ ഉദിരന് ചിന്ന വീട്ടിലൊരു മകനുണ്ട്. അവന്റെ പേരാണ് രുദ്രൻ. വിവരമെല്ലാം അറിഞ്ഞ് രുദ്രൻ എത്തുകയാണ്. പക്ഷേ രുദ്രനെ അനന്തരാവകാശിയെ സ്വീകരിക്കുവാൻ ദ്വീപവാസികൾ സമ്മതിച്ചില്ല. എതിർത്തു നിന്ന എല്ലാ ദ്വീപവാസികളെയും രുദ്രൻ കൊന്നുകളഞ്ഞു. എന്തെന്നാൽ ഉദിരനെക്കാട്ടിയും വലിയ രാക്ഷസനായിരുന്നു രുദ്രൻ. രുദ്രന് ആരോടും സഹതാപവുമില്ല. അത്രയ്ക്കും വലിയ ഭീകരമായിട്ടുള്ളൊരു സ്വഭാവമായിരുന്നു രുദ്രന്റേത്. തന്റെ അച്ഛനെയും സഹോദരങ്ങളെയും കൊന്നുകളഞ്ഞ കങ്കുവയെ കൊന്നതിനു ശേഷം മാത്രമേ താൻ അധികാരത്തിലേറൂ എന്ന് രുദ്രൻ ശപഥം ചെയ്തിരുന്നു. അതേ ശപഥം തന്നെയാണ് ഇന്ന് പ്രസന്റിലും ഫ്രാൻസിസിനെ പിടികൂടി കൊല്ലണമെന്ന് ശപഥം ചെയ്തിരിക്കുന്നത്. 2ാം പാർട്ടിനുള്ള ഒരു സൂചനയും നൽകിക്കൊണ്ട് സിനിമ അവസാനിക്കുകയാണ്. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അടുത്തൊരു സിനിമയുടെ കഥയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.